ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ലിറ്റിൽ വേൾഡ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലീസ് പ്ലീസ് പ്ലീസ്. എത്ര വട്ടം ഞാൻ പറയണം. 167 പേരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതിൽ കൂടുന്നതില്ല. വ്യൂസ് കൂടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കോഴിക്കോട് പാർട്ട് 5, അതായത് ബീച്ചാണ്. ഞാൻ ഇന്നലെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടിപ്പോകട്ടോ. അപ്പോൾ ഞങ്ങളുടെ കല്ലുമ്പോൾ നിന്ന് നല്ല ഫോട്ടോ എടുക്കുമ്പോൾ സെക്രട്ടറി ഓടിപ്പിച്ച് വിട്ടതാണ് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി നിന്നു. പക്ഷെ നിന്നത് മാത്രം ഓർമ്മയുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ നനച്ച് തന്നു കേട്ടോ. ചേട്ടന്മാർ ചൂണ്ടായിട്ടുണ്ട്. അതേപോലെ സെക്രട്ടറി എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സെക്രട്ടറിയുടെ പേര് സുരജൻ ചേട്ടൻ എന്നാണ് കേട്ടോ. സെക്രട്ടറി എന്ന് പറയുന്ന കാരണം നിങ്ങൾക്ക് ആർക്കും തെറ്റിദ്ധരിക്കേണ്ട. സെക്രട്ടറിയുടെ പേര് സുരജൻ ചേട്ടൻ എന്നാണ്. പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, പ്രതിഭേട്ടനായിരുന്നു പ്രസിഡന്റ്. അപ്പോൾ കോഴിക്കോടിന്റെ ഭംഗി വളരെയധികം ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് കടൽ. പക്ഷേ കടൽ ഇങ്ങനെ പണി തരും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ചേട്ടന്മാരവിടെ ചൂണ്ടയിട്ടോടെ നിൽക്കുന്നുണ്ട്. അതേപോലെ 2-3 ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ നനച്ച കാരണം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ പക്ഷേ അടിപൊളി ഫോട്ടോ ആയിട്ടാണ്. ഷൈൻസിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡ്രസ്സ് നഞ്ഞാൽ എന്താ അടിപൊളി ഫോട്ടോ ആയെന്നാണ് ആൾ പറഞ്ഞത്. അതേപോലെ വല നെയ്യണമെന്നൊക്കെ വീഡിയോ എടുത്തപ്പോൾ ചേട്ടന്മാരെ കളിയാക്കി, നീ എന്താ ഇനി വല നെയ്യണ ആൾക്കാർക്ക് പണി കൊടുക്കാൻ പോകേണ്ടതൊക്കെ. അപ്പോൾ വല നെയ്യലായിരുന്നില്ല, അവരവിടെ വലയുടെ അറ്റകുറ്റപ്പണി നിർത്തലായിരുന്നു. കോഴിക്കോട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബീച്ചാണ്. പക്ഷേ എനിക്ക് ഈ ബീച്ച് ഏവറേജ് ആയിട്ട് തോന്നില്ല കേട്ടോ. കാരണം ഭംഗിയുണ്ട്, എന്നാലും വലിയൊരു വൃത്തി എനിക്ക് ഹീനമായി തോന്നിയത് ഈ ബീച്ചാണ്. അപ്പോൾ സെക്രട്ടറി ചേട്ടൻ നിൽക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ് എത്തിയത്. ഞാൻ അധികം ഓടിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈക്കും വ്യൂസും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത്. അപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടേക്കാണ് അടുത്തത് പോകുന്നത് എന്ന്. അടുത്തത് കോഴിക്കോടുകാരുടെ സ്വന്തം അഹങ്കാരമായ മിഠായി തെരുവിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട്. മാനാഞ്ചിറ സ്ക്വയറിന്റെ പാർക്കിൽ കുറേ പേര് എക്സസൈസ് ഉണ്ട്. ഫാമിലി ആയിട്ട് വന്ന് സംസാരിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. നമ്മുടെ തൃശ്ശൂർ പാർക്കിലൊന്നും ഇതുപോലെ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഠായി തെരുവിലേക്ക് പോയത്. പക്ഷേ മിഠായി തെരുവിൽ ഞങ്ങൾക്ക് അധികം ടൈം കിട്ടിയില്ല, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾക്ക് ഒരു 15-20 മിനിറ്റ് കിട്ടിയുള്ളൂ. പക്ഷേ എന്താ പറയുക, നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥനും പാർമേഘവും കൂടിയാൽ എങ്ങനെയാണ് അതേപോലത്തെ ഒരു എന്താ പറയുക, വൈഡ് വെറൈറ്റി ഒരു ലോകമാണ്. വേറൊരു ലോകത്തിലേക്ക് എത്തിപ്പെട്ട പോലെയാണ്. അവിടെ നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന പറഞ്ഞ പോലെയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അച്ഛനും അമ്മയും കുട്ടിയും ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് മിഠായി തെരുവിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ പല റീലുകളിലും കണ്ടുണ്ട്. പക്ഷെ ഞാൻ ആ റീലുകളിൽ കണ്ട മിഠായി തെരുവല്ല നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ. പല റീലിലും ഞാൻ അങ്ങനെ കണ്ടുണ്ട്. കുറേ കടകൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഈ 4 വഴി കൂടെ പോയാലും കടകളാണ്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, കണ്ണാടക്കട, ഡ്രസ് മെറ്റീരിയലിന്റെ ഷോപ്പാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അതേപോലെ ചെരുപ്പ്, ഒന്നിനൊന്നും പറയാൻ പറ്റില്ല. ചെരുപ്പ് കട, വാച്ച്, മൊബൈൽ കട എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല. അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ ചുരിദാർ മെറ്റീരിയൽസ് കൊടുക്കുന്നത് കേട്ടോ. 1000 രൂപയൊക്കെ ഉള്ളൂ പാർട്ടി വെയർ ചുരിദാറിന്. അപ്പോൾ എല്ലായിടത്തും കുട്ടികളുടെ കിഡ്സ് വെയറിനൊക്കെ ഒരു അത്യപൂർവ ശേഖരം. നമുക്ക് ഓണക്കാണ് വരണേ. നിങ്ങൾക്ക് കോഴിക്കോട് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി അവിടെ സെർച്ച് ചെയ്തിട്ട് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വാച്ചുകളൊക്കെ എനിക്ക് അഫോർഡബിൾ റേറ്റ്. ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴയുള്ള കാരണം കുറേ കച്ചവടങ്ങളൊക്കെ വേഗം ഒതുക്കി തുടങ്ങി. പിന്നെ ഞാൻ ബോംബെയിലാണെങ്കിൽ ഇങ്ങനത്തെ കടകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അവിടെയാണ് ഇങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് കടകൾ. അതേപോലെ ബോംബെ മാർക്കറ്റിലാണ് ഇങ്ങനെ കണ്ടേണേ. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ്. തൃശ്ശൂരൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടില്ല. തൃശ്ശൂർ ഫുട്പാത്താണ് ഉണ്ടാവാറ്. പക്ഷേ കോഴിക്കോട് പോയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. പക്ഷേ സമയം ഞങ്ങൾക്ക് അധികം ഉണ്ടായിരുന്നില്ല. ആ ഒരു ദുഃഖവും ഉണ്ട് കേട്ടോ. കാരണം അധികം കടകളിലേക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പോയത് കോഴിക്കോടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ അലുവ മേടിക്കാനാണ്. കാരണം അലുവ നമുക്കിവിടെ കിട്ടുന്നതും അവിടെ നിന്ന് മേടിക്കുന്നതും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടുത്തെ അലുവ എന്ന് പറഞ്ഞാൽ വായിൽ ഇട്ടപ്പലിഞ്ഞു പോകും. അത്രയും ടേസ്റ്റായ അലുവയാണ്. നമ്മുടെ യമ്മി അലുവ. അലുവകൾ പല വെറൈറ്റി ആയിരുന്നു. കുനാഫ അലുവ, മിക്സഡ് ഫ്രൂട്ട് അലുവ, പച്ചമുളക് അലുവ, അതുപോലെ കരിക്കലുവ, അങ്ങനെ കുറേ അലുവകൾ കണ്ടു. അതൊക്കെ വായിലിട്ട് ഒലിഞ്ഞു പോകും. അപ്പോൾ ഞങ്ങൾ മാനാഞ്ചിറ കോഴിക്കോട് എന്താ പറയുക, മിഠായി തെരുവിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങളെ വണ്ടിയിലേക്ക് കയറ്റാൻ പോകും. അപ്പോൾ ഞാൻ തിരിച്ച് പോകുമ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്കെങ്കിലും അടിച്ചിട്ട് പോകാൻ എൻ്റെ മച്ചാനെ.